നമസ്കാരം. മലയാളം TV ലൈവ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഗീയത ഇല്ലാതാക്കാൻ രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമുദായിക സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണം വേണമെന്ന +1 സോഷ്യോളജി പാഠപുസ്തകത്തിന് പരാമർശം തിരുത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പുസ്തകത്തിലുണ്ടായ പിഴവ് ശ്രദ്ധയിൽപ്പെടുന്നത് ഇപ്പോഴാണെന്നും പുസ്തകം അച്ചടിച്ചത് 2014-ലാണെന്നും പരാമർശം തിരുത്താൻ SCRTECക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. +1 ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലെ സാമൂഹിക പ്രവർത്തനം എന്ന വിഷയത്തിലെ സാമൂഹ്യ ആശങ്കകൾ എന്ന പാഠഭാഗത്തിലാണ് വിവാദ പരാമർശം. സാംസ്കാരിക ഘടകങ്ങൾ, മതപരമായ ഘടകങ്ങൾ, സ്വവംശീയ ചിന്ത, വ്യക്തിപരമായ ഘടകങ്ങൾ എന്നിവയ്ക്ക് വർഗീയതയ്ക്ക് കാരണമാകുന്നു എന്ന് പാഠഭാഗത്തിൽ പറയുന്നു. വർഗീയ വിപത്തുകളെ കുറിച്ച് വിവരിക്കുന്ന പാഠഭാഗത്തിൽ വർഗീയത മൂലം സാമൂഹിക ഐക്യം തകരാറിലാകുമെന്നും സാമുദായിക സംഘടനകൾ സാമൂഹിക സാംസ്കാരിക വികസനത്തിന് ഭീഷണിയാകുമെന്നും വിവരിക്കുന്നു. മലയാളം TV ലൈവ് ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. സർക്കാർ ഭൂമി പതിച്ചു കൊടുക്കേണ്ടത് സമ്പന്നർക്കല്ല, ഭൂരഹിതരായ പാവങ്ങൾക്കാണെന്ന് ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു. വയനാട് മാനന്തവാടി കല്ലോന സെന്റ് ജോർജ് ഫെറോന പള്ളിക്ക് വെച്ചിരിക്കുന്ന 5.5358 ഹെക്ടർ സർക്കാർ ഭൂമിക്ക് പട്ടയം നൽകാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കിയ ഉത്തരവിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റേതായിരുന്നു ഈ നിരീക്ഷണം. മാനന്തവാടി പള്ളി കൈവശം വെച്ചിരിക്കുന്ന 5.5358 ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകുന്നതിനെ കുറിച്ച് K മോഹൻദാസ് അടക്കമുള്ള സാമൂഹിക പ്രവർത്തകരും ഭൂരഹിതരായ ആദിവാസികളും നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് കൊടുത്തത്. 3.4 കോടി രൂപ വില നിശ്ചയിച്ച ഭൂമിയാണ് ഏക്കറിന് വെറും 100 രൂപയ്ക്ക് പള്ളിക്ക് നൽകാൻ 2015-ൽ സർക്കാർ തീരുമാനിച്ചത്. 1955 മുതൽ ഈ സ്ഥലം പള്ളി കൈവശം വെച്ചിരിക്കുകയാണെന്നും അവിടെ LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉണ്ടെന്നുമായിരുന്നു ഈ വിഷയത്തിൽ സർക്കാരിന്റെ വിശദീകരണം. കൊല്ലം മൈനാഗപ്പള്ളി വില്ലേജ് വിഭജിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 1/2 ലക്ഷത്തിലേറെ ജനസംഖ്യയും തണ്ടപ്പേരുമുള്ള മൈനാഗപ്പള്ളി വില്ലേജ് വിഭജിക്കണമെന്നും മേഖലയിൽ ദേശസാൽകൃത ബാങ്കുകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ ശാഖകൾ തുടങ്ങണമെന്നുമുള്ള ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 22 വാർഡുകളും 24.42 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വില്ലേജ് തെക്ക് തേവലക്കര ചെളിത്തോട് മുതൽ വടക്ക് ശൂരനാട് തെക്ക് കിടങ്ങയം വരെയും പടിഞ്ഞാറ് പള്ളിക്കലാർ മുതൽ കിഴക്ക് ശാസ്താംകോട്ട ആഞ്ഞിലിമൂട് വരെ നീണ്ടുകിടക്കുന്നതാണ്. വിസ്തൃതി കാരണം വില്ലേജ് ഓഫീസിലെത്താൻ ജനങ്ങൾക്ക് ചുറ്റിക്കറങ്ങേണ്ട സ്ഥിതിയിലാണ് വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് NK പ്രേമചന്ദ്രൻ ഹാട്രിക് വിജയത്തിനായാണ് ഇത്തവണ ഇറങ്ങുന്നത്. MA ബേബിയും ഇപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാലിനും പരാജയപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ചുമതല ഇത്തവണ CPM ഏൽപ്പിച്ചിരിക്കുന്നത് കൊല്ലം MLA M മുകേഷിനെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ജാതി സെൻസസ് രാജ്യത്താകെ ചൂടേറിയ ചർച്ചകൾക്ക് വിഷയമായിരിക്കുകയാണ്. കേന്ദ്രത്തിലും ഭൂരിഭാഗ സംസ്ഥാനങ്ങളിലും അധികാരത്തിലിരിക്കുന്ന BJPക്കും ദേശീയ സംസ്ഥാനത്തിലെ അവരുടെ മുഖ്യ എതിരാളികളായ കോൺഗ്രസിനുമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ആശങ്ക ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴിതാ പാലക്കാട് ജില്ലയിൽ നിന്നും പുതിയൊരു വാർത്ത എത്തിയിരിക്കുന്നു. ജാതി സെൻസസ് നടത്തണമെന്ന പാലക്കാട് പട്ടികജാതി വർഗ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണിത്. സർക്കാർ സർവീസിലെ എല്ലാ ജാതികളുടെയും പ്രാതിനിധ്യം വിലയിരുത്താനും പ്രാതിനിധ്യം കുറഞ്ഞ ജാതികൾക്ക് സംവരണം വർദ്ധിപ്പിക്കാനും ജാതി സെൻസസ് വേണമെന്ന കമ്മിറ്റി ചെയർമാൻ K മായാണ്ടി, ജനറൽ കൺവീനർ രാജൻ പുലിക്കോട്, കൺവീനർമാരായ K വാസുദേവൻ, രാധാകൃഷ്ണൻ വിത്തനശ്ശേരി, കാർത്തികേയൻ മംഗലം എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി കോളനികളെ ദത്തെടുത്തു പരിപാലിക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ സംസ്ഥാനത്തെ 62 പട്ടികജാതി കോളനികളെ കൂടി ഉൾപ്പെടുത്തി. 40 അതിലധികമോ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആവശ്യമായ കോളനികളെ തെരഞ്ഞെടുത്ത് 1 കോടി രൂപ ചെലവഴിച്ച് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന പദ്ധതിയാണിത്. പാലക്കാട് 8, തൃശൂർ 7, കണ്ണൂർ, കൊല്ലം 6 വീതം, ആലപ്പുഴ 5 എന്നിങ്ങനെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കോളനികളുടെ എണ്ണം.
ഒരു കോളനിയെ തിരഞ്ഞെടുത്ത വയനാട്ടിൽ കൽപ്പറ്റ മുപ്പൈനാട് പഞ്ചായത്തിലെ കല്ലിക്കടി കോളനിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുക. നിർവഹണ ഏജൻസികളെ ഒഴിവാക്കി വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് തുക നേരിട്ട് നൽകും. സമയബന്ധിതമായി പ്രവർത്തികൾ പൂർത്തിയാകാത്ത ഗുണഭോക്താക്കളിൽ നിന്ന് തുക തിരിച്ചു പിടിക്കും. 2018-19 വർഷം പ്രളയബാധിത പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 90 കോളനികളെ തിരഞ്ഞെടുത്തതായി പട്ടികജാതി വകുപ്പ് അധികൃതർ പറഞ്ഞു. ആദിവാസി ഭൂമി തട്ടിയെടുക്കുന്ന ഭൂമാഫിയകൾക്ക് സംരക്ഷണം നൽകുന്ന പോലീസ് നയം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് 2024 ഫെബ്രുവരി 26-ന് 11 മണിക്ക് ഷോളയൂർ പോലീസ് സ്റ്റേഷനിൽ മാർച്ച് സംഘടിപ്പിച്ചു. അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമിയിൽ വ്യാജരേഖകൾ ഉപയോഗിച്ചുള്ള കയ്യേറ്റത്തെക്കുറിച്ച് 2010-ൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സർക്കാർ രൂപം നൽകിയ സമിതിയും 2013-ൽ വിജിലൻസും വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. കാറ്റാടിപ്പാടങ്ങൾക്ക് വേണ്ടി വ്യാജരേഖകൾ ഉണ്ടാക്കി നടത്തിയ കയ്യേറ്റങ്ങളെ കുറിച്ചാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. കയ്യേറ്റക്കാർക്കെതിരെ SC/ST അതിക്രമം തടയൽ നിയമം അനുസരിച്ചാണ് കേസെടുക്കാൻ മേൽപ്പറഞ്ഞ റിപ്പോർട്ടുകളിൽ നിർദ്ദേശിച്ചത്. ദളിത് ആദിവാസി സ്ത്രീ പൗരാകാശ കൂട്ടായ്മ കൺവീനർ ശ്രീ ഗീതാനന്ദൻ മാഷ് നമ്മോടൊപ്പം ചേരുന്നു. അട്ടപ്പാടിയിലും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഫലത്തിലൊരു നിയമവാഴ്ച തകർന്ന സാഹചര്യമാണ്. വ്യാപകമായ ഭൂമി കയ്യേറ്റം ആദിവാസി മേഖലയിൽ ഉണ്ടെങ്കിലും ഭരണകൂടം നിഷ്ക്രിയമാണ് എന്നുള്ളതാണ് വലിയൊരു ഗുരുതരമായ പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. 2004-ൽ അഹാസ് എന്ന് പറയുന്ന വലിയൊരു സർക്കാർ NGO പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സർക്കാർ NGO അതിനുവേണ്ടി നടത്തിയ ഭൂ സർവേ, പരിസ്ഥിതി പുനഃസ്ഥാപനമായിരുന്നു ആ സർക്കാർ സ്ഥാപനത്തിന്റെ പദ്ധതി. സർവേ രേഖകളിലൂടെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വലിയൊരു കാര്യം മനസ്സിലാക്കി. കൃത്യമായ രേഖകളുള്ള ഭൂമിയല്ല ആദിവാസികൾക്ക്, അത് ഒരു കൈവശം മാത്രമാണ്. ചിലതിന് രേഖകളുണ്ടെങ്കിലും അത് കരവടക്കില്ല. ഈ കാറ്റാടിപ്പാടം അങ്ങനെ ഏതാണ്ട് 301 ഏക്കർ ഭൂമി 187 ആധാരങ്ങളിലാക്കി കഴിച്ചു. അവര് തന്നെ ഒരു പോഷക സംഘടനയാണ് ഒരു റിയൽറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രോക്കർ കമ്പനി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ഭൂമി മുഴുവൻ കരസ്ഥമാക്കിയത്. ഇത് ആ കാലഘട്ടത്തിൽ വിവാദമാവുകയും 4, 5, 6 കാലം ജുഡീഷ്യൽ മാർഗത്തിൽ വിവാദമായി. ആ ഭൂമി പിന്നീട് അവര് ഈ പറയുന്ന ആരൂക്കാർ, ഭീമ ജ്വല്ലറി തുടങ്ങിയ ഒരു 13ഓളം കമ്പനികൾക്ക് കാറ്റാടിപ്പാടം സ്ഥാപിക്കാൻ വിൽക്കുകയും ചെയ്തു ഭാഗികമായി. 100 കണക്കിന് വ്യാജാധാരങ്ങളുടെ ഒരു കേന്ദ്രമായി അഗളി സബ് രജിസ്ട്രാർ ഓഫീസ് മാറിയിട്ടുണ്ട്. ഇതിൽ റവന്യൂ ഉദ്യോഗസ്ഥർ, സർവേ ഉദ്യോഗസ്ഥർ, പട്ടികവർഗ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, ലാൻഡ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ വലിയൊരു നെറ്റ്വർക്കാണ് ഇതിന്റെ നയം. അതുകൊണ്ടാണ് പ്രതീകാത്മകമായി ഷോളയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ ഒരു മാർച്ച് നടത്തുന്നത്. അത് ഗവൺമെന്റ് അസോസിയേഷൻ, സിവിൽ സൊസൈറ്റി കൊണ്ടുവരാനാണ്. ഇതിനുശേഷം മറ്റ് ലീഗലായുള്ള നീക്കങ്ങൾ നടത്തും. പോലീസിന്റെ, അതായത് ആദിവാസി ഭൂമി അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവിഭാഗങ്ങളുടെ ഭൂമി കയ്യേറിയാൽ ശക്തമായ നടപടി എടുക്കാൻ SC/ST ആക്ട് വകുപ്പുണ്ട്. അന്ന് ഞാൻ ആദ്യം പറഞ്ഞ 2010-ലെ ഉന്നതാധികാര സമിതിയുടെയും വിജിലൻസിന്റെയും റിപ്പോർട്ടും അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കോട്ടത്തറ വില്ലേജിലെ റവന്യൂ ഭൂമിയിലും വനഭൂമിയിലും ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലും സർവേ ചെയ്ത് തിട്ടപ്പെടുത്താത്ത ഭൂമിയിലും അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കാനുള്ള 1975-ലെ നിയമം അനുസരിച്ച് വ്യവഹാരങ്ങൾ നടക്കുന്ന ഭൂമിയിലും വ്യാജരേഖകൾ ഉപയോഗിച്ച് കയ്യേറ്റം വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടം കയ്യേറ്റമുണ്ടെന്ന് വ്യക്തമാക്കി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വട്ടുലക്കി ഊരുമൂപ്പനെയും മകൻ VS മുരുകനെയും കള്ളക്കേസിൽ കുരുക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്ത സംഭവവും ഭൂമാഫിയകൾക്ക് വേണ്ടിയാണെന്ന് സംഘടനാ നേതാക്കൾ ആരോപിക്കുന്നു. നിയമപാലകർ തന്നെ കയ്യേറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണ് അട്ടപ്പാടിയിൽ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ജനാധിപത്യ കേരളം ഷോളയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ആദിവാസി ഭൂമിയിലും വനഭൂമിയിലും തുടരുന്ന വ്യാജരേഖക്കാരുടെ കയ്യേറ്റത്തിന് അനുകൂലമായ നിരവധി കോടതി വിധികളുടെയും നിലവിലുള്ള വനനിയമങ്ങളുടെയും
അട്ടിമറി നടത്തിക്കൊണ്ടിരിക്കുന്ന അട്ടപ്പാടിയിലെ പോലീസ് നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷോളയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കേരളത്തിലെ ദലിത് ആദിവാസി ബഹുജൻ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. മലക്കപ്പാറക്കുടിയിലെ ഊർമൂപ്പനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു. 2020 അറക്കാപ്പ് ഊരിലെ 13 കുടുംബങ്ങൾക്ക് വനാവകാശ നിയമപ്രകാരം വാസയോഗ്യമായ ഭൂമിയിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിന് പകരം വാസയോഗ്യമല്ലാത്ത ഇടങ്ങളിൽ വനാവകാശ രേഖ നൽകി ഇവരെ പീഡിപ്പിക്കുകയാണ് വനം വകുപ്പ് ചെയ്തത്. ഇവരെ സഹായിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും എത്താറില്ല. കഴിഞ്ഞ വർഷം ഈ കാര്യം ചൂണ്ടിക്കാട്ടി മന്ത്രി രാധാകൃഷ്ണന് നിവേദനം കൊടുക്കുകയും അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നതുമാണ്. വനം വകുപ്പ് ആദിവാസികളെ വളരെയധികം ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. ആദിവാസികളുടെ കാര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ ഭരണകൂടം തയ്യാറാകണം. വനം വകുപ്പും ട്രൈബൽ വകുപ്പും ശത്രുക്കളായി മാറി നിൽക്കാതെ ഒത്തൊരുമിച്ച് നീങ്ങി ആദിവാസികളുടെ കാര്യത്തിൽ ഇടപെടണമെന്നും മലക്കപ്പാറ മൂപ്പനെ മർദ്ദിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ചിത്ര നിലമ്പൂർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മന്നാൻ, മുതുവാൻ തുടങ്ങിയിട്ടുള്ള ആദിവാസികളാണ് താമസിച്ചു വരുന്നത്. ഇവർ 100 വർഷത്തിലേറെയായിട്ട് ഈ വനത്തിനുള്ളിൽ തന്നെ താമസിക്കുന്നുണ്ട്. ഉരുളുപൊട്ടൽ അതുപോലെ തന്നെ മറ്റുള്ള പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ഉണ്ടാവുമ്പോൾ ഇവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മറ്റുള്ള ഭരണകൂടത്തിനെല്ലാം ഇവർ നിരന്തരം കത്തയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പഞ്ചായത്തിലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയോടും എല്ലാം ഇവർ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഒരിക്കൽ പോലും ആരും ഇവരുടെ ഈ വാക്കുകൾ ചെവി കൊണ്ടില്ല. ഇതിനുള്ള ഒരു നടപടികളും സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് 2020 അറയക്കാപ്പിലെ ആദിവാസികൾ എറണാകുളം ജില്ലയിൽ വന്ന് കുടില് കെട്ടി താമസിച്ചത്. അവിടെ വനം വകുപ്പ് അവരെ മാറ്റി ട്രൈബൽ ഹോസ്റ്റലിലേക്ക് താമസിപ്പിച്ചു. അതുപോലെ തന്നെ നിരന്തരമായിട്ട് അവിടെയുള്ള ആദിവാസികൾ മറ്റുള്ള ഇടത്തേക്ക് കുടില് കെട്ടി താമസിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ വീരൻകുടിയിലെ വീരൻ മൂപ്പനും സംഘങ്ങളും താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർ വനം കയ്യേറി എന്ന് പറഞ്ഞുകൊണ്ട് വനം വകുപ്പിന് ഇതുപോലെ അവരെ മർദ്ദിക്കാനോ നടപടിയെടുക്കാനോ പാടില്ല. കാരണം വനാവകാശ നിയമപ്രകാരം പറയുന്നുണ്ട്, വാസയോഗ്യമല്ലാത്ത ഭൂമി തിരിച്ചെടുത്തിട്ട് വാസയോഗ്യമായ ഭൂമി അവർക്ക് നൽകണം എന്ന് വനാവകാശ നിയമം പറയുന്നുണ്ട്. 2006 വന്ന വനാവകാശ നിയമം കേരളത്തിൽ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. നടപ്പിലാക്കി എന്നവർ പറയുക മാത്രമല്ലാതെ ഇത് നമുക്ക് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇത് നടപ്പിലായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് അട്ടപ്പാടിയിലും മലക്കപ്പാറയെല്ലാം നിരന്തരമായിട്ട് ആദിവാസികൾക്ക് ഇതുപോലെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ, വന്യമൃഗ ശല്യങ്ങൾ, അതുപോലെ തന്നെ പ്രളയ ദുരന്തങ്ങൾ എല്ലാം അവർ അനുഭവിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വനാവകാശ നിയമം കേരളത്തിൽ വേണ്ട രീതിയിൽ നടപ്പിലാക്കിയാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കില്ല. അതിനു പകരം ആദിവാസികളെ തല്ലിച്ചതയ്ക്കുകയും ആദിവാസികൾക്കെതിരെ കേസ് എടുക്കുകയാണ് സർക്കാരും വനം വകുപ്പും ഒക്കെ ചെയ്യുന്നത്. അതല്ല വേണ്ടത്. വനം വകുപ്പ് അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വനാവകാശം നൽകുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഈ മൂപ്പനെ ഇത്തരത്തിൽ മർദ്ദിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ആദിവാസി ഐക്യവേദി ആവശ്യപ്പെടുന്നത്.